മരണം എന്നത് ക്ഷണിക്കാതെ നമ്മെ വിളിക്കാൻ വരുന്ന അതിഥിയാണെന്നും ഏതു സമയത്തും അതിനു വേണ്ടി നാം ഒരുങ്ങേണ്ടവരാണെന്നും മനസ്സിലാക്കിയവരാണ് നമ്മളൊക്കെ. വിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട്, നീ എവിടെ പോയി ഒളിച്ചാലും, ഖുർആൻ പറയാണ്, വലൗ കുന്തും ഫീ ബുറൂജി മുശയ്യദ, വലിയൊരു കോട്ട കെട്ടി വലിയൊരു ഗോപുരമുണ്ടാക്കി അതിൻ്റെ ഉള്ളിൽ പോയി നീ ഒളിച്ചാലും മരണം നിന്നെ പിടികൂടും. ഈ ലോകത്ത് ഒരു ശത്രുവിനെ നമുക്ക് പേടിയാണെങ്കിൽ വലിയ കോട്ട കെട്ടി നല്ല സേഫ്റ്റിയിൽ നമുക്ക് ശത്രുവിനെ പ്രതിരോധിക്കാനുള്ള സംവിധാനങ്ങളുണ്ട്. ആരും കാണാതെ, ആരും അറിയാതെ, ആരെയും പേടിക്കാതെ ജീവിക്കാം. പക്ഷെ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാണ്, മരണത്തിൽ നിന്ന് രക്ഷപ്പെടാൻ നീ ഒരു കോട്ട കെട്ടിയാൽ അത് ഒരു ചിലന്തി വലയേക്കാൾ ദുർബലമാണ്. അപ്പം ആ ഒരു ബോധം നമുക്കുണ്ടാവണം. നമ്മളോട് ഏറ്റവും അടുത്ത് ബന്ധപ്പെടുന്ന, എന്നും നമ്മൾ കാണുന്ന ആളുകൾ മരിക്കുമ്പോൾ നമുക്കത് ഉൾക്കൊള്ളാൻ കഴിഞ്ഞുവെന്ന് വരില്ല. അങ്ങനെയുള്ള ഒരുപാട് മരണം ദിനേന എന്നോണം നടന്നുകൊണ്ടിരിക്കുകയാണ്. ലോകത്തെ കണക്കെടുത്ത് നോക്കുമ്പോൾ 1,60,000 പേരാണ് ഓരോ ദിവസവും മരണപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. അതിൽ ചിലപ്പോൾ നമ്മുടെ ഉമ്മയായിരിക്കും, ഇന്നല്ലേ നാളെ ചിലപ്പോൾ നമ്മളായിരിക്കും, നമുക്ക് ഏറ്റവും അറിയുന്ന നമ്മുടെ കൂട്ടുകാരനായിരിക്കാം, അങ്ങനെയായിരിക്കാം ആ 1,60,000 പെടുക. അപ്പം ഇങ്ങനെ ലക്ഷക്കണക്കിന് ആളുകൾ ദിനേന എന്നോണം പിറന്നുകൊണ്ടിരിക്കുന്നു, ലക്ഷക്കണക്കിന് പേർ ദിനേന എന്നോണം മരണപ്പെട്ടുകൊണ്ടിരിക്കുന്നു. അതിൽ സഹോദരങ്ങളെ, ഇന്നല്ലെങ്കിൽ നാളെ നമ്മുടെ മരണവാർത്തയും വരും. നമ്മൾ ഒരു ഒറ്റയാനായി ജീവിക്കുമ്പോൾ, ഒറ്റയ്ക്ക് ജീവിക്കുമ്പോൾ നമ്മുടെ മരിച്ചു കഴിഞ്ഞാൽ നമ്മുടെ മയ്യത്തിൻ്റെ അടുത്ത് കാര്യമായി ആരും വന്നോന്ന് വരില്ല, അല്ലേ? ഒരു ചീത്ത കൂട്ടുകെട്ടിൽ ജീവിക്കുന്നവരാണെങ്കിൽ നമ്മുടെ അടുത്ത് വരിക ചീത്ത കൂട്ടുകാരായിരിക്കും. നമ്മുടെ ഈ ഭാഗത്ത് നമ്മുടെ നമസ്കാരവും നമ്മുടെ നോമ്പ് കാര്യങ്ങളായിട്ട് ജീവിക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരുപക്ഷെ നമ്മുടെ കുടുംബക്കാരൊക്കെ വന്ന് നമ്മളെ കവറടക്കി പോകും. പക്ഷേ ഇന്നലെ ഒരു മരണം സംഭവിച്ചത് പ്രത്യേകം എടുത്തു പറയേണ്ടതുണ്ട്. കാരണം ഫേസ്ബുക്കിലും വാട്സപ്പിലൊക്കെ അദ്ദേഹത്തിന് വേണ്ടിയുള്ള, അദ്ദേഹത്തെ അറിയുക പോലും ചെയ്യാത്ത ഒരുപാട് ആളുകൾ അദ്ദേഹത്തിന് വേണ്ടി പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുകയാണ്. ഒരു ചെറുപ്പക്കാരൻ 30 വയസ്സോ മറ്റോ ഉണ്ടാകും. അദ്ദേഹത്തിന്റെ ഉമ്മയും ഇന്നലെ എറണാകുളത്ത് ഒരു ആക്സിഡന്റിൽ വെച്ച് മരണപ്പെട്ടു. സിറാജ് എന്നാണ് പേര്. ആ പേരിനെ അന്വർത്ഥമാക്കുന്ന വിധമായിരുന്നു അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങൾ എന്നായിരുന്നു, ദീനി പ്രവർത്തനങ്ങൾ. സിറാജ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം വിളക്ക് എന്നാണ്. വിളക്കിന്റെ ഗുണം എന്താ? ആ വിളക്ക് കത്തിച്ചു വെച്ചാൽ കത്തിക്കൊണ്ടിരിക്കുന്ന സാധനത്തിനാണ് സിറാജ് എന്ന് പറയുക. സൂര്യനെ പറ്റി സിറാജ് എന്ന് ഖുർആൻ പറഞ്ഞിട്ടുണ്ട്. ആ സൂര്യന്റെ പ്രകാശമാണ് ലോകത്തെ കോടാനുകോടി ആളുകൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അത് കെട്ടുപോയാൽ കെട്ടു. അപ്പം സിറാജ് എന്ന് പറഞ്ഞാൽ മറ്റുള്ളവർക്ക് വെളിച്ചം പകരുന്ന വസ്തു എന്നാണ്. ശരിക്കും ആ പേരിനെ അന്വർത്ഥമാക്കുന്ന വിധം അദ്ദേഹത്തെ പറ്റിയിട്ട് അടുത്തറിയുന്ന ആളുകൾ എഴുതുകയാണ്, രാവിലെ കുട്ടികളെ പഠിപ്പിക്കാനായി അദ്ദേഹം മദ്രസയിൽ പോകും. തിരിച്ചു വന്നു കഴിഞ്ഞാൽ അദ്ദേഹത്തിന്റെ പെയിന്റിങ് ജോലിക്ക് വേണ്ടി അദ്ദേഹം പോകും. അത് കഴിഞ്ഞ് വൈകുന്നേരം വന്നു കഴിഞ്ഞാൽ മറ്റ് ഇബാദത്തുകളൊക്കെ കഴിഞ്ഞ് അള്ളാഹുവിന്റെ ദീൻ പഠിക്കാൻ വേണ്ടി അദ്ദേഹം സമയം മാറ്റിവെക്കും. ചുരുങ്ങിയ കാലയളവ് കൊണ്ട് ഒരുപാട് ആയത്തുകളും ഹദീസുകളും അതുപോലെ തന്നെ ഒരുപാട് കാര്യങ്ങൾ അദ്ദേഹം പഠിച്ചു. എന്നിട്ട് ഫ്രീ സമയം കിട്ടുമ്പോഴെല്ലാം, നമുക്കറിയാം ഇസ്ലാമിക് ഓർഗനൈസേഷന്റെ കൂട്ടായ്മയുടെ ഭാഗമായി സജീവമായി നിന്നിട്ട് അദ്ദേഹം പ്രവർത്തിക്കുകയായിരുന്നു, മറ്റുള്ളവരെ കൊണ്ട് പ്രവർത്തിപ്പിക്കുകയായിരുന്നു. ഇന്നലെ പലരും പറയുന്നത് ആ വാർത്ത ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല എന്നാണ്. അങ്ങനെയാണ്, നമ്മുടെ കൂടെ ഒന്നിച്ച് ജീവിക്കുമ്പോൾ, സജീവമായി ഇസ്ലാമിക പ്രബോധന രംഗത്തുണ്ടാകുമ്പോൾ ആ ഒരു സഹോദരൻ പെട്ടെന്ന് വിട പറയാന്ന് ഞാൻ ഉൾക്കൊള്ളാൻ പറ്റിയെന്ന് വരില്ല. പക്ഷെ ആയിരക്കണക്കിന് ആളുകൾ ആ സഹോദരന്റെ മയ്യത്ത് നിസ്കരിച്ചു. ആയിരക്കണക്കിന് അദ്ദേഹത്തെ അറിയുക പോലും ചെയ്യാത്തവർ അദ്ദേഹത്തിന്റെ ജീവിത രീതിയും അദ്ദേഹത്തിന്റെ ഇതെല്ലാം കണ്ടിട്ട് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കാൻ നമുക്കൊന്നും അറിയില്ല. സഹോദരങ്ങളെ, അങ്ങനെ ഒരുപാട് ആളുകൾ ജീവിക്കുന്നുണ്ട്. ഞാൻ പറയുന്നത്, നമ്മൾ മരണപ്പെടുമ്പോൾ, നമ്മളൊരു ഇസ്ലാമിക പ്രബോധന രംഗത്തിന്റെ മധ്യത്തിൽ നിന്ന് സജീവമായി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുമ്പോൾ നമ്മൾ മരണപ്പെടുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ ഒരുപാട് പേരുണ്ടാകും, നമുക്ക് വേണ്ടി നമസ്കരിക്കാൻ ഒരുപാട് ആളുകൾ ഉണ്ടാകും. അതൊക്കെ വളരെ വിലപ്പെട്ടതാണ്. അതുകൊണ്ട് നമ്മുടെ ഇബാദത്തുകളുമായി മാത്രം നമ്മൾ കഴിഞ്ഞുകൂടരുത്, അത് വിഡിത്തമാണ്. നമ്മൾ മറ്റുള്ളവർക്കിടയിലേക്ക് ഇറങ്ങിച്ചെന്ന് ഇസ്ലാമിന്റെ സത്യസന്ദേശം എത്തിക്കാൻ വേണ്ടി നമ്മൾ ചെല്ലണം. അതിന്റെ കൂട്ടായ്മകൾ നമ്മൾ പങ്കാളികളാകണം. നല്ല കൂട്ടുകാരെ നമ്മൾ കണ്ടെത്തണം. അവിടെയാണ് ശരിയായ വിജയം ഉണ്ടാവുക. സ്വഹാബികളെ സംബന്ധിച്ചുള്ള ചരിത്രം പരിശോധിക്കാൻ നമുക്കറിയാം. സ്വഹാബികൾ എന്നും ഇസ്ലാമിക പ്രബോധനത്തിൽ സജീവ
സാന്നിധ്യമായി നിറഞ്ഞു നിന്നിരുന്നു. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ആ ഹജ്ജത്തുൽ വിദാഇന്റെ സമയത്ത് പറഞ്ഞല്ലോ, ഇവിടെ നിങ്ങൾ ഇപ്പോൾ ഉണ്ട്, ഞാൻ നിങ്ങളോട് കുറേ കാര്യങ്ങൾ പറഞ്ഞു തന്നു, നിങ്ങളിത് എത്താത്ത ആളുകൾക്ക് എത്തിച്ചു കൊടുക്കണം. അന്ന് ചരിത്രം പറയുന്നത് സ്വഹാബികൾ അവിടുന്ന് എങ്ങോട്ടാണോ തങ്ങളുടെ ഒട്ടകത്തെ തിരിച്ചു നിർത്തിയത് അങ്ങോട്ട് യാത്രയായി എന്നുള്ളതാണ്. അതായത് മദീനയിലെ ഖബർസ്ഥാനിൽ 5000 കുറവ് സഹാബികളുടെ ഖബർ മാത്രമേ ഉള്ളൂ, മയ്യത്ത് മാത്രമേ ഖബറടക്കിയിട്ടുള്ളൂ മദീനയിലെ ഖബർസ്ഥാനിൽ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹജ്ജ് നിർവഹിക്കുമ്പോൾ 1,00,000 മീതെ സഹാബികൾ ഉണ്ടായിരുന്നു ഹജ്ജത്തുൽ വിദായിൽ പങ്കെടുത്ത്. അപ്പൊ ബാക്കി സഹാബികളൊക്കെ എവിടെ പോയത്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൽപ്പന ഏറ്റെടുത്തുകൊണ്ട് ഇസ്ലാമിക പ്രബോധനത്തിന് വേണ്ടി ലോകത്തിന്റെ നാനാഭാഗത്തേക്ക് അവർ യാത്ര ചെയ്യും. അങ്ങനെയാണ് കേരളത്തിന് മാലിക് ദിനാറും കൂട്ടരും കൊണ്ട് വന്നത്, അല്ലാതെ വെറുതെ വന്നൊന്നും അല്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആ നിർദ്ദേശം കേട്ടിട്ട് വന്നതാണ്. സഹോദര